കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പനെ കാണണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നറിയാം. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ പോയിട്ട് മഞ്ജുള വാനസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കങ്ങനെ പോരാ ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരാം. അങ്ങനെ വരുമ്പോൾ നേരെ വന്ന് അത്തിവര ഗണപതിയെ ഒന്ന് തൊഴാനായിട്ട് പോവാം. അങ്ങനെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അകത്തേക്ക് വരുമ്പോൾ നേരെ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊപ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെ കാണാം. അത് കണ്ട് അങ്ങനെ നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ ഭാഗത്തേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലതേ ഭാഗത്ത് ഉള്ള ആ തൂട് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ ഒന്ന് മനസ്സിൽ സ്മരിച്ച് നമുക്ക് ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കാം. ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ? ആ സ്വർണ്ണ വിളക്കിൻ്റെ വിളക്കിൻ്റെ അങ്ങനെ വെളിച്ചത്തിൽ ഭഗവാന്റെ പൊന്നോടക്കുഴലൊക്കെ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഭഗവാന്റെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അങ്ങനെ മുകളിലേക്ക് നോക്കി വരുമ്പോൾ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്, നല്ലൊരു പട്ട് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ മാങ്ങാമാല, വളയം പോലത്തെ മാല, ആ ഒരു പതക്കം പോലത്തെ മാല, പിന്നെ കൈവളകൾ, തോൾവളകൾ ഒക്കെ കാണാണ്ട്, വലത്തെ കയ്യിലൊരു ഓടക്കുഴൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇടത്തെ കയ്യിലാണെന്ന് ഗോവർദ്ധനധാരി കേട്ടോ. ഗോവർദ്ധനത്തെ അങ്ങനെ പിടിച്ചണ്ട, ചൂണ്ടുവിരലിങ്ങനെ പിടിച്ചണ്ട. ഒക്കെ എല്ലാം എനിക്ക് വളരെ സിമ്പിളാണ്, യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. വലിയ മലയായാലും എന്തായാലും എന്നെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങളെല്ലാവരും ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ഗോവർദ്ധനധാരിയായിട്ടാണത് ഭഗവാൻ ശ്രീലകത്തിരിക്കുന്നത്. പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് കളവ കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തിരുമുടി മാലകൾ 2 ഉണ്ട്, തെച്ചി തുളസി ആയിട്ടുള്ളത്. അതേപോലെ തന്നെ വലിയ ഉണ്ടമാലകൾ 2 ഉണ്ട്, തെച്ചി തുളസി വെളുത്ത പൂവ് ആയിട്ട് അതേപോലെ തന്നെ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് നോക്കി തൊഴുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് ആ ഭഗവാന് പ്രണമിച്ചോളൂ. നാരായണ 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 എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ആദ്യം കാണുന്ന ആ ബലിക്കല്ല് നോക്കിയിട്ട് തൊഴാം, പിന്നീട് തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം, പിന്നെ നേരെ ആ ഗോപുരത്തിൻ്റെ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ താമരക്കണ്ണനല്ല ആലിലക്കണ്ണനെ കാണും. ആലിലക്കണ്ണനെ കണ്ട് തൊഴാട്ടോ. പിന്നീട് സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നേരെ ആ ഗണേശൻ്റെ അവിടേക്ക് വരിക. ഗണേശൻ്റെ അവിടെ ഇങ്ങനെ ഗോളക ഇറക്കിയിട്ടാണ്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നല്ല മഞ്ഞ പട്ടുടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകൾ കാണാനുണ്ട്, നല്ല തുളസി തെച്ചിയൊക്കെ ഉണ്ട്, കറുകമാലയൊക്കെ ഉണ്ട്. പിന്നെ 2 പഴം വെച്ചിട്ടുണ്ട്, കദളിപ്പഴം. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കി തൊഴുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയിട്ട് ചെറിയ ഗണപതിയെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹ വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിന് അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ആ മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തപത്മനാഭനെ കണ്ട് തൊഴാനായിട്ട് പോവാം. അവിടെ വരുമ്പോഴും ധാരാളം മാലകൾ കാണാണ്ട്. തൊഴുന്നതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക.
നമസ്കാരമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് കണ്ണനെയും മുരുകനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ ഒന്ന് വെറ്റിലമാലയും അതേപോലെ തന്നെ ധാരാളം കുക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്ഥായ ദുഃഖക്ഷയകരോ ഭവ മനോജമം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓമിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് താമരക്കണ്ണനെ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ നേരെ കിഴക്ക് ഭാഗത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം നോക്കി തൊഴാം. അതേപോലെ ആ നൃത്താറയും മണിക്കിണറൊക്കെ നോക്കി തൊഴുത് കുറൂരമ്മേര് നാരദരെയൊക്കെ തൊഴുത് ഇങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങി നേരെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കണ്ടു തൊഴാം. ഭഗവതിയുടെ അവിടെ ഇന്ന് അലങ്കാരം ആവുന്നേ ഉള്ളൂ. നല്ല ആ ഒരു ഗോളക തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ നല്ല ചുവന്ന പട്ടുകർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പുറകു വശത്ത് നല്ല പച്ച കളർ പട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം ചുവന്ന പൂക്കൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് മാലകൾ. അങ്ങനെ ആ ശിവേരി വിഗ്രഹത്തിനുണ്ട് അതേപോലെ മാല. അപ്പോൾ ഭഗവതിയെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ കോർണറിലെത്തിയാൽ അമ്പിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അമ്പിയൂരപ്പനെ പ്രാർത്ഥിക്കുക. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ആ ഗോവർദ്ധന രൂപിയെ കണ്ട് തൊഴാം. പിന്നെ നേരെ വന്ന് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരും. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ നന്നായിട്ട് മുഖമൊക്കെ നന്നായിട്ട് ചന്ദനം ചാർത്തിയിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ കാശുമാല പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുഖമൊക്കെ നല്ല രസമായിട്ടാണ്. അതേപോലെ ആ പൗണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു കരിന്തീല പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കൾ. അപ്പം ഭൂതനാഥനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടെ നിന്ന് വരുമ്പോൾ ആ പടിഞ്ഞാറ നടയിൽ വന്നിട്ട് നേരെ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെ കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ ഒന്ന് കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ വന്ന് നാരായണാലയത്തിനൊന്ന് വന്ന് പൂന്താനത്തിരുവേരി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവതിയുടെ നടയിൽ വരാം. അവിടെ ഒന്ന് തൊഴാം. പിന്നെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് ഒന്നും കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഗോവർദ്ധനധാരിയെ കണ്ട് തൊഴുത് പിന്നെ നേരെ നമ്മൾ തെക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ കൂവളം കാണാം. ആ കൂവളത്തിൻ്റെ അവിടെ വന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ കണ്ട് തൊഴാം. അബദ്ധത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളമാലക്കാരൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.